ഹായ് അപ്പം ഇന്ന് ഗൈസ് അപ്പം ഇപ്പം സമയം 4:10 വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ ജിമ്മിന് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സ്പൈഡർമാൻ സിനിമയിലെ ടോം ഹോളണ്ടിൻ്റെ വർക്കൗട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്രോസ്ഫിറ്റ് വർക്കൗട്ടാണ്, അതിൻ്റെ പേര് സിൻഡി എന്നാണ്. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ ടോം ഹോളണ്ടിന് 20 മിനിറ്റിൽ 27 റൗണ്ടാണ് പോയത്. അതായതെന്ന് വെച്ചാൽ 10 പുഷപ്പും 5 പുള്ളപ്പും 15 സ്ക്വാട്ടുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, പുള്ളിക്കാരന് 20 മിനിറ്റിൽ 27 റൗണ്ട് പോയിട്ടുണ്ട്. നമുക്ക് എത്ര പോകുമെന്ന് നമ്മളിന്ന് നോക്കാൻ പോവാണ്. ഈസിയാന്ന് വിചാരിക്കണം, നല്ല ഹാർഡാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇന്നലെ ഇവിടുന്ന് ചെയ്ത് നോക്കി. പക്ഷേ ഇവിടെ നമുക്ക് പുള്ളപ്പ് ചെയ്യാനുള്ള സാധനമൊന്നുമില്ല. അതുകൊണ്ട് മാത്രം നമ്മളിന്ന് ജിമ്മിൽ പോയിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് എന്തായാലും പോയിട്ട് ചെയ്ത് നോക്കാം. ഞാനിങ്ങനെ ജിമ്മിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ തറവാട്ടിലാണ് ഉള്ളത് ഞാൻ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ സ്കൂൾ വിട്ട് പോകുന്നത് 4 മണിയായല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ സ്കൂൾ കാലം, ഫ്രണ്ട്സ്, കാര്യങ്ങൾ. അതായത് അന്നത്തെ കാലത്ത് നമുക്ക് ഈ വയസ്സിലുള്ള ഉത്തരവാദിത്തം കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് സ്കൂളിൽ പോവുക, പഠിക്കുക, ചെറിയ കാര്യങ്ങൾ പഠിക്കുക, കളിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കിതിൽ പിള്ളേരൊക്കെ പോകുന്ന കണ്ടിട്ട് ഭയങ്കര എന്തോ സന്തോഷം. നമ്മളെ കാലത്ത് നമ്മൾ എന്തെല്ലാം ചെയ്തിരുന്നു, നമ്മൾ കളിച്ച് നടന്നു, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മൾ സ്കൂള്, അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചതും. ഓക്കെ, അത് കണ്ടപ്പോൾ ജസ്റ്റ് പറയണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് എന്തായാലും വിടാം. വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറേ വെയിറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് 80 കിലോ ആണ്. അതൊരു 70 കിലോ അല്ലെങ്കിൽ 73 കിലോ ആക്കണം. ബോഡി ബിൽഡ് ചെയ്ത് 73 കിലോ ആക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വാംപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ജിമ്മിലെത്തി. നമുക്ക് ശരിക്കും ജിമ്മിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ പുള്ളപ്പാർ ഇല്ലാത്തതാണ് പ്രശ്നം. അത് നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലാക്കേണ്ടി വരും, ഒന്നെങ്കിൽ വെൽഡ് ചെയ്ത് ആക്കേണ്ടി വരും. അപ്പം നമ്മൾ ടോം ഹോളൻ്റെ ക്രോസ്ഫിറ്റ് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അതായത് 5 പുള്ളപ്സും 10 പുഷപ്സും അതുപോലെ തന്നെ 15 സ്ക്വാട്ട്സും എന്തായാലും ട്രൈ ചെയ്യാം. അപ്പം ടൈമറായിട്ട് നമുക്ക് വാച്ചിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കിവിടെ ടൈമറായിട്ട് വെക്കാൻ വേറെ സാധനമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഇപ്പോൾ ഏകദേശം 4:35 ഇപ്പോൾ 20 മിനിറ്റ് പറയുമ്പം 55. ഓക്കെ, 4:55 ആകുമ്പോൾ നമ്മുടെ വർക്കൗട്ട് തീരും. 20 മിനിറ്റിൽ എത്ര റൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് ചെയ്യാനാവോ എന്നുള്ള ചോദ്യമില്ല, നമ്മൾ ട്രൈ ചെയ്യാം. നമുക്ക് പറ്റുന്നുണ്ടോ നോക്കാം. അത് നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പം ആദ്യമായിട്ട് 5 പുള്ളപ്പ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് 10 പുഷപ്പ്, അത് കഴിഞ്ഞിട്ട് 15 സ്ക്വാട്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് ടൈമർ വെക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറ കുറച്ച് ദൂരം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പുള്ളപ്പ് എടുത്ത് കഴിഞ്ഞ് പുഷപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ കുറച്ച് ദൂരമുള്ളത്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടൈമർ 00 ഇപ്പം. ലെറ്റ്സ് ഗോ. ഇത് ഭയങ്കര ആളാണ്.
അയ്യോ, ഇതൊട്ടും ഈസിയല്ല. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞെങ്കിൽ ക്ഷീണം വരും. ഇതെങ്ങനെ 27 മിനിറ്റിൽ 20 റൗണ്ട് പോകുന്നത്? 20 മിനിറ്റിൽ 27 റൗണ്ട് പോകുന്നതെന്ന് അറിയില്ല. ഭയങ്കര ടയർഡാണ് വരും. ഒട്ടും പറ്റുന്നില്ല. നല്ല ക്ഷീണം വെച്ചാൽ നല്ല ക്ഷീണം. മിനിറ്റ് എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. ടയർഡായി നല്ലോണം. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ട് വർക്കൗട്ട് തുടങ്ങിയിട്ട് 6 മിനിറ്റ് ഒടുക്കത്തെ കഥ ചെയ്യുന്ന സമ്മതിക്കണം. സീൻ ഈ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നടക്കുന്നുണ്ട്. കാരണം ചെയ്ത് നമുക്ക് പറ്റുന്നില്ല. ഒന്നാമത് എനിക്ക് അത്രയും സ്ട്രെങ്ത് ഇല്ല, പിന്നെ അത്രയും സ്റ്റാമിനയും വേണം, അതുമില്ല. അപ്പോൾ നമ്മൾ ഈ ചെയ്യുമ്പോൾ തന്നെ നല്ല കഥപ്പ് വരും. നല്ല കഥപ്പിച്ചാൽ നല്ല കഥപ്പാ. 2-3 സെറ്റും കൂടെ പോകാൻ നോക്കാം. കഥപ്പ് ഏകദേശം നിന്നിട്ടുണ്ട്. 20 മിനിറ്റ് അല്ലേ, നോക്കാം. ഉള്ളപ്പൂരം മതിയൊക്കെ ഒന്നുമില്ല.
നമ്മളെ ബോഡി സെറ്റാവുന്ന കാര്യം 100% ഉറപ്പാണ്. റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ട് എടുക്കുന്നില്ല. എല്ലാം റെസ്റ്റ് എടുക്കാണ്ട് നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ബോഡി അത്രയും ടയേർഡാണ്. കുഴപ്പമില്ല, നമുക്ക് ഒരു മിനിറ്റ് വെച്ച് റെസ്റ്റ് എടുക്കാം. അതായിരിക്കും നല്ലത്. തോട്ടത്തിൽ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആവേശത്ത് ചെയ്തിട്ട് അധികം പണിയെടുപ്പിക്കരുത്. 10 മിനിറ്റ് ആവാനായി. 10 മിനിറ്റ് കഴിയുമ്പോൾ കതച്ച് ക്ഷീണം വന്നൊരു ഇതായി. ഒരു 10 മിനിറ്റും കൂടി നോക്കാം. കുറച്ച് വെള്ളം കുടിച്ചല്ല അല്ലേ? ഈ വർക്കൗട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി വർക്കൗട്ടാ. പക്ഷെ സ്റ്റാമിന വേണം, സ്ട്രെങ്ത്തും വേണം, നല്ല കാര്യം നടക്കും. വീഡിയോ പോസായി കാരണം വെച്ചാൽ സ്റ്റോറേജ് കഴിഞ്ഞ് ഇപ്പോൾ കറക്റ്റ് 16 മിനിറ്റ് 39 സെക്കൻഡായി. സോ നമുക്കൊരു 2 കൂടി ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഇവിടെ വെച്ച് നിർത്താം. എന്നെ ഒരു സെറ്റ് അടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല കഥപ്പും നല്ല പെയിനും വരുന്നുണ്ട്. ഓക്കെ. സോ അപ്പോൾ നമുക്ക് നമ്മളെ പുള്ളപ്പ് ഏതായാലും കുളായി. ആകെ ശരിയായിട്ടുണ്ടാവില്ല സ്ക്വാട്ടും പുഷപ്പുമാണ്. ഓക്കെ. സോ നമുക്ക് ഇനി ഇരുന്ന് സംസാരിക്കാം. ഏകദേശം 20 മിനിറ്റായി. ഇപ്പം 19 മിനിറ്റും 33 സെക്കൻഡുമാണ്. ഓക്കെ. എന്തായാലും പിന്നെ ചെയ്താൽ നമ്മളെത്തില്ല. 20 മിനിറ്റിൽ 27 റൗണ്ട് അടിച്ച ടോം ഹോളണ്ടിനെല്ലാം സമ്മതിക്കണം. സോ നമ്മളിത് ഫസ്റ്റായി ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് എന്നാൽ നമുക്ക് കിട്ടും. സോ എനക്കും ഇതുവരെ ഈ വർക്കൗട്ട് ചെയ്തിട്ടില്ല. പിന്നെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചത്ത്. നമുക്ക് 20 മിനിറ്റിൽ 7 റൗണ്ട് പോയി. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ 6 ഉണ്ടാവും. എന്നിടയ്ക്ക് ഒരു സെറ്റ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായി. ഞാൻ ക്ലിയർ ആക്കിയിട്ട്, അതായത് റീസെൻ്റ്ലി ഡിലീറ്റഡ് കളയാൻ മറന്നുപോയി. അതുകൊണ്ടാണ് സ്റ്റോറേജ് ഫുള്ളായേ. ഈ iPhone 1TB എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് എടുക്കുമ്പോൾ. ഞാനാണെങ്കിൽ 256 എടുത്തത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുള്ളായിക്കൊണ്ട് നമുക്കിപ്പം ഈ ഒരു വ്ളോഗ് എടുത്തു കഴിഞ്ഞ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ക്ലിപ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഇഷ്യൂ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് കൊണ്ട് 7 റൗണ്ട് ഫിനിഷ് ചെയ്തു. വർക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ സ്ലീപ്പ് റെഡി ആക്കണം, ഫുഡ് കറക്റ്റ് ആവണം. പിന്നെന്ന് വെച്ചാൽ ഈ 20 മിനിറ്റിൽ 27 പോകണമെങ്കിൽ നല്ലോണം ട്രൈ ചെയ്യണം. സോ എനിക്ക് തോന്നുന്നു നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ടാകും പുള്ളിക്കാരൻ. കാരണം വെച്ചാൽ 20 മിനിറ്റിൽ 27 റൗണ്ട് എന്ന് വെച്ചാൽ തീരും. ഞാൻ 20 മിനിറ്റിൽ തന്നെ 7 റൗണ്ട് അടിക്കുമ്പോൾ തന്നെ തീർന്നു. അതിനിടയ്ക്ക് കുറേ സമയം റെസ്റ്റ് എടുത്തു. ശരിയാണ്, റെസ്റ്റ് എടുത്തിട്ടാന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് വ്ളോഗ് കണ്ടാൽ മനസ്സിലാവും. റെസ്റ്റ് എടുത്തിട്ടുണ്ട് നല്ലോണം. കാരണം വെച്ചാൽ നമ്മുടെ ബോഡി സമ്മതിക്കില്ല. നമ്മളെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡി സമ്മതിക്കില്ല. പിന്നെ ശ്വാസം മുട്ടുന്ന കണക്കെല്ലാം തോന്നും. അതുകൊണ്ടാണ് നമ്മളവിടെ നിർത്തിയത്. പിന്നെ നമ്മളെ ലിമിറ്റ് നമ്മൾ അധികം കടത്താൻ നോക്കിയിട്ടില്ല.
എനിക്ക് പിന്നെ വർക്കൗട്ട് ചെയ്യുന്നതിനിടക്ക് ശ്വാസം പിടിച്ച് വെക്കുന്ന ഒരു ശീലം അത് ആയിപ്പോയതാണ്, ശീലമായിപ്പോയതാണ്. ഞാൻ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ചെയ്യലില്ല പൊതുവേ. അതെന്ന് വെച്ചാൽ ശീലമായി എനിക്ക്. ഞാനിങ്ങനെ ശ്വാസം പിടിച്ച് മുക്കിയാണ് പുഷ് ചെയ്യുക എല്ലാം. ഓക്കെ, ഇനി അത് നമുക്ക് റെഡിയാക്കണം. കുറേ ആയി ഞാൻ വിചാരിക്കുന്നത് ശരിയാക്കാന്ന്. പക്ഷേ ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇതൊന്നും ചിന്തിക്കാറില്ല, അതാണ് പ്രശ്നം. സോ നമുക്ക് അതെന്തായാലും ശരിയാക്കിയേ പറ്റൂ. ഓക്കെ, നമുക്കെന്നാൽ സ്ട്രെച്ച് ചെയ്തിട്ട് വർക്കൗട്ട് മതിയാക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലുള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നല്ല വൃത്തിയിൽ സ്റ്റാമിന ആവശ്യമുണ്ട്, ഇതിന് നല്ല വൃത്തിയിൽ സ്ട്രെങ്ത്തും ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം. കാരണം വെച്ചാൽ നല്ല കതപ്പ് വരും. സോ നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുകയാണെങ്കിൽ തന്നെ. സോ എനിക്ക് എൻ്റെ ലിമിറ്റ് ഞാൻ അധികം കുറച്ച് പുഷ് ചെയ്തായിരുന്നു, പക്ഷേ നടക്കുന്നില്ല, ബോഡി സമ്മതിക്കുന്നില്ല. സോ അധികം നമ്മൾ കൊല്ലണ്ട വിചാരിച്ചു. ഓക്കെ, നല്ല ക്ഷീണം വരുന്നുണ്ട് വെച്ചാൽ നല്ല ക്ഷീണവും നല്ല കതപ്പും വരുന്നുണ്ട്. കുറച്ച് സ്ട്രെങ്ത്തും നല്ല സ്റ്റാമിന ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അത് 20 മിനിറ്റിൽ 27 റൗണ്ട് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര അത്രയും പണിയുമാണ്. എനിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ല ഹാർഡായിട്ട് തോന്നിയത്. എന്തായാലും സൂപ്പർ വർക്കൗട്ടാണ്, അടിപൊളി വർക്കൗട്ട് ഇത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്, സെറ്റാവും. അതായത് നമ്മുടെ ഫുഡും കാര്യങ്ങളും ഉറക്കവും കാര്യങ്ങളും ഈ വർക്കൗട്ടും സെറ്റായ അത്യാവശ്യം നല്ല ബോഡി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. സോ ഗൈസ്, ഈ വർക്കൗട്ട് ഭയങ്കര പാടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ക്ഷീണവും വരുന്നുണ്ട്. സോ നമ്മൾ ഇനി ഇത് ട്രൈ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ട്രൈ ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് അത്രയും കൗണ്ട് പോക്കാൻ പറ്റില്ല. ഇത്ര 20 മിനിറ്റിലുള്ള 27 റൗണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്തിരി പാടാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള പാടാണ്. നമുക്ക് ശീലമായി കഴിഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് തുടരെ ചെയ്തുകൊണ്ട് നിൽക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്ട്രെച്ചിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പം ബൈ.